സമസ്തയുടെ നിർണായക മുഷാവറ യോഗം നാളെ ചേരുകയാണ്. യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും. കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർക്കാണ് കൂടുതൽ സാധ്യത. MT അബ്ദുള്ള മുസ്ലിയാർ, കൊയ്യോട് ഉമർ മുസ്ലിയാർ എന്നിവരും പരിഗണനയിലുണ്ട്. ഉമർ ഫൈസി മുക്കത്തിന്റെ പേരും ഉന്നയിക്കാൻ നീക്കമുണ്ട്. AK അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, ഈ മുഷാവറ യോഗത്തിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വരിക? സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുകയാണോ പ്രധാനപ്പെട്ട അജണ്ട? വിനീത, തീർച്ചയായിട്ടും ആലിക്കുട്ടി മുസ്ലിയാർ മരിച്ച ഏതാണ്ട് ഒരു മാസം പിന്നിടുന്ന ഘട്ടത്തിലാണ് പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താനുള്ള ഒരു യോഗം, മുഷാവറ യോഗം നാളെ ചേരുന്നത്. ഈ യോഗത്തിൽ നിർണായകമായ തീരുമാനം എടുക്കും. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായും മുസ്ലിം ലീഗ് അനുകൂലികൾ നേരത്തെ മുന്നോട്ട് വെച്ചിരിക്കുന്ന പേര് എന്ന് പറയുന്നത് MT അബ്ദുള്ള മുസ്ലിയാരെയാണ്. കാരണം മുസ്ലിം ലീഗിനോട് ഒപ്പം നിൽക്കുകയും അത് ഒരു പക്ഷേ മുസ്ലിം ലീഗ് അനുകൂലികൾക്കൊക്കെ സ്വീകാര്യമായ ഒരു പേര് എന്നുള്ള നിലയിലായിരുന്നു അദ്ദേഹത്തിന് മുന്നോട്ട് വെച്ചത്. അതേസമയത്ത് ലീഗ് വിരുദ്ധരെ സംബന്ധിച്ച് ലീഗ് സ്വാധീനത്തിലുള്ള ഒരാളെ ഇത്തരത്തിൽ ജനറൽ സെക്രട്ടറിയാക്കിയാൽ അത് ബുദ്ധിമുട്ടാകും എന്നുള്ള ആശങ്ക അവർ പങ്കുവെക്കുകയും ചെയ്തു. പല പേരുകൾ നേരത്തെ തന്നെ അവരുടെ ഭാഗത്തും ഉയർന്നു വന്നിരുന്നു. ഉമർ ഫൈസി മുഖത്തിന്റെ അടക്കം പേരുകൾ ആ നിലയ്ക്ക് ഉയർന്നു വന്നെങ്കിൽ പോലും ഇപ്പോൾ ഒരു സമവായം എന്നുള്ള നിലയിലാക്കിയാണ് ഇപ്പോൾ കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ പേര് ഇരുപക്ഷവും മുന്നോട്ട് വെക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. നാളെ മുഷാവറ യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാക്കൾ ഇരുന്ന് ചർച്ച ചെയ്ത് ഈ പേരിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഈ പേര് മുഷാവറ യോഗത്തിലേക്ക് വെക്കുക എന്നുള്ള കാര്യം കൂടി നമുക്ക് ഏതാണ്ട് വ്യക്തമാവുകയും ചെയ്തത്. നേരത്തെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇത്തരത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ നിർണായക കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുമ്പോൾ ഏകകണ്ഠമായിട്ടാണ് സമസ്ത തീരുമാനമെടുത്തത്. ആ പാരമ്പര്യം നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര്, കൊട്ടുമലയുടെ പേര് മുന്നോട്ട് വെക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഇരു വിഭാഗത്തിലും സ്വീകാര്യമായ പേര് കൂടിയാണ്. കാരണം മുസ്ലിം പണ്ഡിതൻ കൂടിയാണ് കൊട്ടുമല. ആ നിലയിൽ ആ പേരിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ മുഷാവറ അംഗങ്ങളുടെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നാളെ കാണുന്നത്. ഹമീദ് ഫൈസി അടക്കമുള്ള ആളുകൾ മുഷാവറയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടി ഈ ഘട്ടത്തിൽ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. വിനീത, ശരി, AK അഭിലാഷ വിശദാംശങ്ങൾ നൽകിയാണ്.